സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. KPSC ലളിത ചെയ്ത കൗസല്യ എന്ന കഥാപാത്രത്തിന് എത്ര കുട്ടികളാണുള്ളത്? A 3, B 2, C 5. അതും കൃത്യമായിട്ട് ഓർക്കാൻ. ആ സീൻ ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള സീനാണ്. ഇത് പൂട്ടിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് 2 മക്കളെ ഉള്ളെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ കുറച്ചില്ലാന്ന് പറയുമ്പോൾ എവനാറണി പറയില്ലേ, ഓ എനിക്ക് മിനിമം 5 വേണമെന്നാണ് ആഗ്രഹം. അയ്യോ ആണല്ലേ എന്ന് പറയുമ്പോൾ KPSC ലളിത മാമിന്റെ മുഖമുണ്ട്, അത് ഭയങ്കര ഇഷ്ടമായി. 5 ഞാൻ എടുത്ത് ലോക്ക് ചെയ്തു. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ പോകുന്നു. ചോദിക്കുമ്പോ എനിക്ക് പേടിയാ. 2 കാര്യം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച നിമിഷം അതിപ്പോ ശിവനെ കണ്ടപ്പോഴാണോ? അല്ല, റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് ചക്കപ്പഴം നമ്മൾ ഇങ്ങനെ ഒരു ഇത്രയും പെട്ടെന്ന് ഒരു റെക്കഗ്നൈസേഷൻ കിട്ടും എന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പം നമ്മുടെ ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അത് എക്സാക്റ്റ് ആയിട്ട് അറിയണമെങ്കിൽ ഗൂഗിളിൽ ഞാൻ എൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുക്കുമായിരുന്നു. അപ്പോൾ ഒന്നും വരില്ല. നമ്മൾ ശ്രുതിഹാസന്റെ പടവും വരും, മറ്റേ രജനീകാന്തിന്റെ പടവും വരും, കാലി പിടിച്ച രജനീകാന്ത് ഇല്ലേ, ആ രജനീകാന്തിന്റെ പടവും വരും. അപ്പം അങ്ങനെ വരുള്ളായിരുന്നു. അതിൽ നിന്ന് മാറി മാറി ഇപ്പം പേരടിച്ചാൽ എൻ്റെ പേര് വരുമ്പം ഉണ്ടാകുന്ന ഒരു ഫീലുണ്ട്. അത് നമ്മൾ അത്രയും നാളത്തെ കഷ്ടപ്പാട് അതിനകത്ത് എനിക്ക് ലിറ്ററലി കാണാൻ പറ്റും. അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു സംഭവമാണ്. ഏറ്റവും കൂടുതൽ സങ്കടം എൻ്റെ അനിയത്തി മരിച്ചതായിരിക്കണം. അനിയത്തി ഉണ്ടായിരുന്നോ? അനിയത്തി ഓൺ സിസ്റ്റർ അല്ല, പക്ഷെ ഓൺ സിസ്റ്ററിനെ പോലെയായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഹോണ്ട് ചെയ്യുന്ന ഇപ്പോഴും ഇതാകുന്ന ഒരു ഇൻസിഡന്റ് ആണ്. അത് അവള് മരിച്ചത് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാം കഴിഞ്ഞിട്ടാണ് എന്നെ അറിയിക്കുന്നത്. കാരണം ഞങ്ങൾ അത്രയും ക്ലോസ് ആയിരുന്നു. നമ്മൾ അങ്ങനെ ഡെയിലി കോൺവെർസേഷൻ ഒന്നുമില്ല, ബട്ട് അത്രയും ക്ലോസ് ടു ഹാർട്ട് ആയിരുന്നു. അപ്പം അതിന്റെ ഒരു ഇൻസിഡന്റ് ആണ് അത്രയും സങ്കടം ഇപ്പോഴും എപ്പോഴും ഉള്ള. ഓക്കെ, എല്ലാം വിധി, അല്ലാതെ വേറൊന്നുമില്ല. അപ്പം 4ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയത് C5. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്. അപ്പൊ നേരത്തെ പറഞ്ഞു ഇതുപോലെ കുറെ സിനിമകളിലൊക്കെ അഭിനയിച്ചു, ഇപ്പൊ ഒരെണ്ണം ഇറങ്ങാനുണ്ട്. ഇനി ആരുടെ കൂടെ അഭിനയിക്കണം എന്നാണ് ആഗ്രഹം? എനിക്കങ്ങനെ എല്ലാവരുടെയും കൂടെ അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, നല്ല നല്ല പടങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് നല്ല സ്റ്റോറിയുള്ള പടങ്ങൾ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതായത് ഈ നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്ന ഒരു കഥാപാത്രം. ഭയങ്കര സെലക്റ്റീവ് ആണോ അതോ? ഒന്നുമല്ല, ഞാൻ ആ കഥയുടെ ഒരു ബേസ്, അല്ലാതെ നമ്മൾ ആരാണ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ആ കഥാപാത്രം എത്രത്തോളം നിൽക്കും എന്ന്. പിന്നെ സെലക്റ്റീവ് ആവാനും മാത്രം ഞാനായിട്ടില്ല. അപ്പൊ ഒരു കവിത കേട്ടാലോ നമുക്ക്? നോക്കാം എന്നുള്ളതേ ഉള്ളൂ. നീട്ടി അങ്ങ് കൊണ്ടുപോക്കളരുത്. ഇല്ല, ഞാൻ 2 വരിയിൽ നിർത്തും. 9 പേരവർ കൽപ്പണിക്കാർ, അവരോരമ്മ പെറ്റവരായിരുന്നു. 9 പേരും അവരുടെ നാരിമാർ 9 ഒന്നിച്ചു വാണിരുന്നു. കല്ലുകൾ ചെത്തിപ്പടുത്ത കൈകൾക്ക് കല്ലിനേക്കാളുറപ്പായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. നല്ല പകുതികൾ നാരിമാരോ കല്ലിലെ നീരുറവായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കവിതയാണിത്, ONV സാറിൻ്റെ. കാരണം ഇത് ഞാൻ ശരിക്കും സ്കൂളിൽ പഠിക്കുമ്പോഴേ അങ്ങനെ കവിതാജ്ഞാനം ഒന്നും ഇല്ല, ഇതൊന്നും മനസ്സിലാക്കി എടുക്കാൻ. പക്ഷെ ഞാൻ മറ്റേ മാമ്പഴം കേട്ടിട്ട് കരഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇത് ഒരു കുട്ടി നന്നായിട്ട് പാടി, നന്നായിട്ട് ചൊല്ലിയിട്ട് അത് കേട്ട് ഞാൻ ഇരുന്ന് കുറേ നേരം കരഞ്ഞു. അത്രയും അതിന്റെ എൻഡിങ്ങിലേക്ക് വരുമ്പോൾ അതെ, സൂപ്പർ പോയമാണ്. വെരി ഗുഡ്. അപ്പൊ അടുത്തത് രാജമാണിക്യമാണ്. ഒരു ചോദ്യം, ഒറ്റ ആൻസർ, നോ ക്ലൂ, ഒന്നുമില്ല. 10 സെക്കൻഡ്.
രാജമാണിക്യം. ഈ സിനിമയിൽ സിനിമാ നടന്മാരായി തന്നെ എത്തുന്ന 2 താരങ്ങളുണ്ട്. ആരൊക്കെയാണത്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്ന് മുകേഷാണ്, പിന്നൊന്ന് രാജംബി ദേവ് ആയിരിക്കും. മുകേഷ്, രാജംബി ദേവ്. കഴിഞ്ഞു. എനിക്ക് രണ്ടാമത്തെ വലിയ ഉറപ്പില്ല. മുകേഷ് നല്ല ഉറപ്പുണ്ട്. ആ ഡാൻസ് സീക്വൻസ് നല്ല ഇതുണ്ട്. രാജൻ പി ദേവ് മുകേഷ്, അല്ലെങ്കിൽ മുകേഷ് രാജൻ പി ദേവ്. ശരിയാണോ? അത് ഞാൻ പറഞ്ഞില്ലേ, രണ്ടാമത്തെ രാജൻ പി ദേവ് ആണെന്നാണ് തോന്നുന്നത്. മുകേഷ് ഉറപ്പാണ്. നാട്ടുകാരെ, അമ്പലപ്പുഴക്കാരെ, ദോണ്ട ലെവള് പുലിയാണ് കേട്ടാ, പുലി. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. 18,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതാ എത്തിക്കഴിഞ്ഞു. അതാണല്ലോ അതിന്റെ ഒരു ഇത്